അസ്സലാമു അലൈക്കും. ഷാഫി സജീറിൻ്റെ വീട്ടിലേക്ക് കയറി അവൻ്റെ അരികിലിരുന്ന് വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. എന്നും കാണുന്നവരാണെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഷാഫി പെട്ടെന്ന് കാണണമെന്ന് പറയില്ലെന്ന് ഉറപ്പുള്ളതിനാൽ കൂടുതൽ വളച്ചൊടിക്കാതെ സജീർ ചോദിച്ചു, എന്താടാ ഷാഫി? എന്തോ എനിക്ക് പറയാനുണ്ടല്ലോ. എന്താ സംഭവം? ഈ കാര്യം പറയ്. ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് പുറത്തേക്ക് പോയാലോ? ഇപ്പോൾ ഇവിടെ ആരുമില്ല ഷാഫി, എല്ലാവരും ഒരു കുടുംബക്കാരൻ്റെ വീട്ടിലേക്ക് പോയതാണ്. നീ വന്നല്ലേ ഉള്ളൂ, കാര്യം പറ, എന്നിട്ട് നോക്കാം നമുക്ക് പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്ന്. എന്ത് വിഷമം ചെന്ന് പറഞ്ഞാലും കേട്ടിരുന്ന് അതിനുള്ള ആശ്വാസം പകരുമെന്ന് ഉറപ്പുള്ള സജീറിനോട് ഷാഫി പറഞ്ഞു, എനിക്കൊരു ആലോചന എൻ്റെ അമ്മവും കൊണ്ടുവന്നു. ഇന്ന് ഞാനും അമ്മോനും പോയി കുട്ടിയെ കണ്ടുട്ടോ. കുട്ടിയെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കൊത്ത ഹൈറ്റും നമ്മുടെ ഡിമാൻഡെല്ലാം ഏകദേശം ഓക്കെയാണ്. പക്ഷേ അതല്ല ഇപ്പോൾ എൻ്റെ പ്രശ്നം. ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കുട്ടിയുടെ ഫോട്ടോ കണ്ട ഉടനെ എനിക്ക് യോജിച്ചതല്ല ആ കുട്ടിയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കണ്ടുവന്ന ഉടനെ ആ പെണ്ണെ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് അവളെ ഇഷ്ടപ്പെട്ടോ, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്കതൊക്കെ കേട്ടിട്ട് ആകെ ഒരു പന്തികേട് പോലെ, ഒരു വട്ടാകുന്നത് പോലെ. ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നെ സ്വന്തം അനിയനെയാണ് കാണുന്നത്. ഒന്നുമില്ലാതെ എനിക്ക് യോജിച്ച കുട്ടിയല്ലെന്ന് ഇത്താ പറയൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടിയാണെങ്കിലോ ഞാൻ നമ്പർ കൊടുക്കാതെ തന്നെ എന്നെ വിളിച്ച് എന്തൊരു കൂളായ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ ക്യാരക്ടർ നിനക്കറിയാലോ. എൻ്റെ വീട്ടുകാർ നാളെ ഓളെ വീട്ടിലേക്ക് കാണാനായി പോവും, എന്നിട്ട് തീരുമാനം എടുക്കൂ. മറ്റൊരു കാര്യം, അവളോട് ഞാൻ കാണാൻ പോയ സമയത്ത് വീട്ടുകാർ കൂടി കണ്ടിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടാത്ത പോലെയാണ് മുഖത്ത് നിന്ന് വായിച്ചെടുത്തത്. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോഴും മോൾ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്കെന്തോ ഒരു ഇടങ്ങാറ്. എനിക്കെന്താ തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട്? എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന സജീർ പറഞ്ഞു, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതൊന്നും ശരിയാവണമെന്നില്ല. നമ്മൾ നല്ലത് ചിന്തിച്ചാൽ അതും പണിയാവും. സംശയം തോന്നിയാൽ അതും ചിലപ്പോൾ ശരിയായിക്കൊള്ളുമില്ല. എൻ്റെ ജീവിതം അതിനുള്ള തെളിവാണ്. നീ കണ്ടില്ലേ, ഞാൻ ആദ്യം കെട്ടിയ പെണ്ണ് ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ എന്നോട് പെരുമാറിയെന്ന് കണ്ടാൽ ഓളുടെ ദുനിയാവ് മുഴുവൻ ഞാനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനതിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിരുന്നു, അഹങ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ എനിക്കിട്ട് ചെയ്ത് നോക്ക്, എനിക്ക് തന്ന പണി നോക്ക്. അവൾക്ക് എങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നോട് ആദ്യമേ അവൾക്ക് പറയായിരുന്നു. ഞാൻ ആരും അറിയാതെ ഒഴിവാക്കി കൊടുക്കായിരുന്നു. പക്ഷേ ഓളെന്നെ കബളിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതി കാണും. ഞാൻ അവളുടെ കാമുകനൊന്നുമല്ല. അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത്. കാമുകനായിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ആ പയ്യനെ എനിക്ക് മുമ്പ് ഒരു പരിചയമുണ്ട്. ഒരു കല്യാണം കൂടാം, അവളെ കുടുംബത്തിൽ എവിടെയോ ഞാൻ കൂടെ പോയപ്പോൾ അവിടെ വെച്ച് ഇവളവനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അന്ന് അവൾ പറഞ്ഞത് അവളുടെ ബെസ്റ്റി ആണെന്നായിരുന്നു. ഇന്ന് ഈ കാര്യം ഞാൻ ആരോടും പറയും. കാരണം ഒരു പെൺകുട്ടിക്ക് ഭർത്താവല്ലാതെ ബെസ്റ്റി എന്നൊരാളുണ്ടെങ്കിൽ ഒരേ സൂക്ഷിക്കണമെന്ന്. എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റൂല, പക്ഷേ എന്നാലും അങ്ങനെ ഒരാളുണ്ടെങ്കിലേ അതൊക്കെ നമ്മളെ നല്ല നോക്കിയും കണ്ടു നിൽക്കണം. ഇന്നത്തെ കാലം അതാണ്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇനി വേറെ ആർക്കും പറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്കറിയുന്ന ആൾക്കാരോടൊക്കെ ഞാനിത് പറയും കാരണം. പക്ഷേ ഞാനിത് പറയുമ്പോൾ ചിലവർ വിചാരിക്കും ഇയാളിപ്പോഴും പഴയ നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ. പലരും പറഞ്ഞ് പുച്ഛിക്കാറുണ്ട്. പക്ഷേ എനിക്കറിയാം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നതുണ്ട്. എൻ്റെ അനുഭവമാണ്. പറയുന്നവർ പറയട്ടെ, പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ. പക്ഷേ ഞാൻ എന്തായാലും ഈ ഒരു കാര്യം എൻ്റെ ഫ്രണ്ട്സുകളോടും എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഒന്നുകിൽ ആ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരാണ് നമ്മൾ ഉദ്ദേശിച്ചവർ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വെറുതെ ഫ്രണ്ട്സായിട്ട് മാത്രം ജീവിക്കുന്നവർ, അല്ലാത്തവർ വേറെ പലതുമായി അവരുടെ ജീവിതത്തിൽ മാറിയിരിക്കും. പിന്നെ നമ്മൾ എത്ര വിചാരിച്ചാലും അതൊന്നും മാറ്റാൻ കഴിയില്ല. എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞതാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും 100-50 നമ്മൾ ചിന്തിക്കുന്നത് പോലെ
അവർക്കെല്ലാം പറഞ്ഞിരിക്കാനും പറയാനും മാത്രമല്ല ഒരാളല്ല. ശാരീരികമായും അവർ ബന്ധം പുലർത്തും. എന്നാലോ അവർ മറ്റുള്ളവർക്ക് മുന്നിൽ കട്ട ഫ്രണ്ട്സ് ആണെന്ന് വരുത്തി തീർക്കും. കാരണം ഇതൊക്കെ നടത്താൻ വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ലാന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിലെ ചില കുട്ടികൾ. അള്ളാഹു അങ്ങനെയൊന്നും ആരെയും ആക്കാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ കുടുംബത്തിലുമുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ. നമുക്ക് പേടിയാ ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് കണ്ടാൽ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും അങ്ങനെയുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. എൻ്റെ ജീവിതം അതിനുള്ള തെളിവാണ്. ആണുങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഓക്കെ ആയിരുന്നു. കിട്ടുന്ന പെണ്ണിന് വേണ്ടി സ്വപ്നം കാണാൻ തുടങ്ങുന്ന കാലം മുതൽ കാത്തിരുന്നവനാണ്. അവളോട് പറയാനായി എടുത്തു വെച്ച വർത്തമാനങ്ങൾ, ഞാൻ കണ്ടുകൂട്ടിയ എൻ്റെ സ്വപ്നങ്ങൾ, അവളോടൊപ്പം ചെലവഴിക്കാൻ കാത്തിരുന്ന തീർത്ത വർഷങ്ങൾ, എല്ലാം അതവൾ ഇല്ലാതാക്കി. മറ്റൊരു വിവാഹം കഴിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കൊന്നും മാനസികമായിട്ട് തിരികെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഷാഫി. എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എൻ്റെ അവസ്ഥ കണ്ട് കരയാത്ത ദിവസങ്ങളില്ല. ഞാനവളെ ആദ്യമായി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സ്നേഹം മുഴുവൻ അവൾക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയും. അവൾ എന്നെ മനസ്സിലാക്കി കാത്തിരിക്കുന്നു. രണ്ടാമത്തെ മണിയറ ഖബറിലില്ലാതെ നൽകരുത് എന്ന് ദുആ ചെയ്യാറുള്ള എനിക്ക് റബ്ബ് തന്ന പരീക്ഷണം നോക്ക് നീ. ഒരു നെടുവീർപ്പോടെ എല്ലാം കേട്ടിരിക്കുന്ന ഷാഫിയോട് സജീർ വീണ്ടും പറഞ്ഞു, നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കണ്ട ഷാഫി. കുട്ടിയുടെ ഈ പെരുമാറ്റം നോക്കി ആ ബന്ധം ഒഴിയാൻ നിൽക്കണ്ട. ചിലപ്പോൾ നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും അവൾ ഫ്രീ ആയി സംസാരിക്കുന്നത്. അത് ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണടാ. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഭർത്താവിനെക്കുറിച്ച് ഉണ്ടാവും. അതായിരിക്കും അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചത്. പിന്നെ നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും എന്നത് കാര്യമായിട്ട് എടുക്കണം. കാരണം ഒരു പെണ്ണിനെ അളക്കാൻ മറ്റൊരു പെണ്ണിനല്ലാതെ ഒരാൾക്കും കഴിയില്ല. ഞാൻ ആദ്യം കിട്ടിയ പെണ്ണിനെ അന്ന് കണ്ട എൻ്റെ അകന്ന ബന്ധുവായ ഒരു സ്ത്രീ പറഞ്ഞത് എൻ്റെ അമ്മായി പിന്നീടാണ് എന്നോട് പറയുന്നത്. അവർ അന്ന് തന്നെ സൂചന നൽകിയിരുന്നത് ഇവൾ ആണിൻ്റെ ചൂട് അറിഞ്ഞിട്ടുണ്ടെന്ന്. ആ സ്ത്രീ എപ്പോഴും തമാശ പറയുന്നത് കാരണം ആരും അന്നത് കാര്യമാക്കിയെടുത്തില്ല. ഇപ്പോൾ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആര് പെണ്ണ് കാണാൻ പോകുമ്പോഴും ഓലെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് സജീർ ചിരിച്ചപ്പോൾ ഷാഫി പറഞ്ഞു, അപ്പോൾ സുറുമത്തെയും വീട്ടുകാരും നാളെ പോയി കാണട്ടെ അല്ലേ? എന്നിട്ട് ഒരു തീരുമാനമെടുക്കാം. അതെ, എന്നിട്ട് നോക്കാട്ടോ. മിക്കവാറും അവർ നേരിട്ട് കാണുമ്പോൾ തന്നെ ഏകദേശം അവർക്ക് പിടുത്തം കിട്ടും. ഫോട്ടോ നോക്കണ്ട, അത് ഫിൽറ്ററിട്ട് വേവിച്ച് മാറ്റം വരുത്തിയതാവാലോ. പിന്നെ നീ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. അനുഭവിക്കാൻ വിധി ഉണ്ടെങ്കിൽ തയ്യാറായിരിക്കുക, അല്ലെങ്കിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുക. നമുക്ക് വരുന്നത് വഴി തങ്ങില്ല. വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. അങ്ങനെ സജീർ അതും പറഞ്ഞ് ഷാഫിയെ കൂട്ടി പുറത്തിറങ്ങി. ഷാഫി വീണ്ടും ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇത് കണ്ട് സജീർ പറഞ്ഞു, എന്താ മോനെ എനിക്കിങ്ങനെ ഒരു ചിന്ത? ഈ എങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടല്ലേ. പഠിച്ചോ നമുക്ക് ഹൈറായിരുന്നു നേരട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.